നമുക്ക് നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബത്തിനെ ഒറ്റക്കെട്ടായി നിർത്താൻ വേണ്ടി, ഇല്ലെങ്കിൽ സ്നേഹം പങ്കുവയ്ക്കാൻ വേണ്ടി ചെയ്യാവുന്ന ആദ്യത്തെ ഒരു മന്ത്രം ഇതാണ്: അവരോടൊപ്പം സമയം ചെലവഴിക്കുക. എനിക്ക് സമയം ചെലവഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ചില ചേച്ചിമാരുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വന്നു. എന്റെ ഡോക്ടറെ ഇതൊക്കെ പറയും ഡോക്ടർ, രാവിലെ 4 മണിക്ക് എണീറ്റാലും വീട്ടിലെ പണി തീരുകയല്ല, പിള്ളേർ 2 ഉള്ളെങ്കിലും പണി 20 ആളുടെയാണ്. അവരെ ഒന്ന് ഒരിക്കൽ സ്കൂളിലേക്ക് വിടണം, ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. 24 മണിക്കൂറിൽ എനിക്ക് വേണ്ടി എനിക്കൊരു അരമണിക്കൂർ പോലും കിട്ടാറില്ല. അതാണ് ആ ചിരിയുടെ അർത്ഥം, അല്ലെ? അപ്പോഴെങ്ങനെ എക്സ്ട്രാ നമ്മൾ സമയം ചെലവഴിക്കും? 1500 രൂപ ഞങ്ങൾ വാങ്ങും. റെഡിയാണോ? കാശുവാളയുടെ വീട്ടിൽ പറയണം 1500 രൂപ എന്നെ കാണണം. ഏത് വേണം നമുക്ക് തീരുമാനിക്കാം. അപ്പോഴാണ് 30 മിനിറ്റിന്റെ പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഔഷധ വിതരണം ഞങ്ങൾ നടത്തുന്നത് ഉള്ള വെഹിക്കിൾസ് ആണ്. അതായത് ഔഷധ വാഹകരാണ് ഷുഗർ ഓഫ് മിൽക്ക്, ഗ്ലോബ്യൂൾസ്, പ്യുവർ വാട്ടറിലും മെഡിസിൻ കൊടുക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയിലേക്ക് പോകാം. തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള രോഗലക്ഷണങ്ങളിലേക്കും. തൈറോയ്ഡ് ഗ്രന്ഥി കാണുമ്പോൾ ചെറുതാണെങ്കിൽ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവ ഗ്രന്ഥികളിൽ ഒന്നാണ്. 20 ഗ്രാം ഭാരം വരുന്ന തൈറോയ്ഡ് ഗ്രന്ഥി. ഇത് കഴുത്തിന്റെ മുൻവശത്തായിട്ട് ഏകദേശം ഒരു ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ചിത്രശലഭ ആകൃതിയിലാണ് ഈ ഗ്രന്ഥി കാണുന്നത്. പക്ഷെ ഇത് വളരെ ചെറുതായിട്ടൊന്നുണ്ടെങ്കിലും ശരീരത്തിലെ എല്ലാ ഉപാപചയ പ്രവർത്തനങ്ങൾ അഥവാ മെറ്റബോളിക് റേറ്റ് എല്ലാത്തിനെയും ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോണുകൾ നമ്മൾ ബാധിക്കുന്നു. കപ്പയൊക്കെ കൂടുതലായിട്ട് പഠിക്കുന്നത് കപ്പയുണ്ട്, പിന്നെ നിലക്കടല, സോയ, ക്യാബേജ്, കോളിഫ്ലവർ എന്നിവ എല്ലാത്തിനും ഈ തൈറോയ്ഡ്. പക്ഷേ ഈ സോയ, നിലക്കടല എന്നിവയിലേക്ക് ചെറുതായിട്ട് ഐസോഫ്ലേവനോയിഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഈ ഐസോഫ്ലേവനോയിഡ്സ് ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ അതെല്ലാം നശിച്ചു പോകും ഭാഗ്യവശാൽ. അതുകൊണ്ട് ഈ സോയ, പിന്നെ ഈ ചീര, അതുപോലെ പീച്ച്, പീനട്സ്, കടല, അതെല്ലാം വേവിച്ച് കഴിക്കുന്നത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ കപ്പ, ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയിലെല്ലാം വേവിച്ചാലും കുറച്ച് തൈറോയ്ഡ് ഉണ്ടാകും. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത്, പ്രത്യേകിച്ച് അസുഖമുള്ളവർ ഭക്ഷണം കുറച്ചൊക്കെ നിയന്ത്രിക്കുക. അടുത്തായിട്ട് ഹൈപ്പോതൈറോയിഡിസം. അത് ഉണ്ടാകുന്നത് പ്രധാനമായും അയഡിന്റെ അഭാവം മൂലമാണ്. മാനസികാരോഗ്യം എങ്ങനെ ഫലപ്രദമാക്കാം, തൈറോയ്ഡ് രോഗങ്ങളിൽ എങ്ങനെ ഫലപ്രദമായ ചികിത്സ ഹോമിയോപ്പതി കൂടെ ലഭ്യമാക്കാം എന്ന കാര്യം മനസ്സിലാക്കാം. ആദ്യം സ്പെഷ്യൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മാനസികാരോഗ്യം. നമ്മൾ ഓരോ ജീവിതത്തിൽ എല്ലാവരും അനുഭവിക്കുന്ന ഒന്നാണ് ടെൻഷൻസ്, അല്ലേ? സ്ത്രീകൾ വളരെയേറെ സ്ത്രീജന്മെന്ന് പറയുന്ന കാര്യം വളരെ അസുഖമാണ്. അപ്പോൾ വളരെയേറെ മാനസിക പ്രശ്നങ്ങൾ എത്രമാത്രം സ്ത്രീകൾ അനുഭവിക്കുന്നു, അതിൽ നിന്നുള്ള പ്രകൃതി നമ്മുടെ സീതാലയ പ്രോജക്റ്റ് കൂടെ നമുക്ക് ലഭ്യമാക്കാം എന്ന കാര്യത്തിൽ ഇടുക്കി മേളയോടനുബന്ധിച്ച് ഹോമിയോപ്പതി വകുപ്പ് നടത്തുന്ന സെമിനാർ സീതാലയം തൈറോയ്ഡ് രോഗങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാർ നമ്മളുടെ നിറഞ്ഞ ഈ സദസ്സിൽ അവതരിക്കുകയാണ്. മെഡിക്കൽ ഓഫീസേഴ്സ് ഉണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫുണ്ട്. ഓക്കെ, അവർക്കെല്ലാവർക്കും തീർച്ചയായിട്ടും മുകളിലേക്ക് മേള സ്ഥലത്തിലേക്ക് വന്ന് കാണണം. രാവിലെ എത്തിച്ചേരാൻ സാധിക്കുന്ന സ്ഥലവും ചെറുതോണി തന്നെയായിരുന്നു. അതിലൊരു സന്തോഷമുണ്ട്. അത് കുറച്ചുകൂടെ നമ്മൾക്ക് സൗകര്യപ്രദമായി തോന്നുന്നു. അതിനുവേണ്ടി 2013 ഏവർക്കും കൃത്യമായ സ്വാഗതം. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സംശയിക്കണം അത് മലിഗ്നൻ്റായി മാറുന്നുണ്ടോ. മലിഗ്നൻ്റ് ആയോ ഇല്ലയോ എന്ന് നമുക്ക് ഒരു ടെസ്റ്റ് വഴിയും അറിയാൻ ചില ആൾക്കാരിൽ